ദൈവസ്നേഹത്തിൽ അതുപോലെ ബന്ധപ്പെട്ട് ഈശോയോട് അതുപോലെ ഐക്യപ്പെട്ട് ജീവിക്കുമ്പോ കാര്യം പറഞ്ഞില്ലേ, എന്നെ ദൈവസ്നേഹത്തിൽ നിന്നും വേർപെടുത്താൻ പറ്റും. അങ്ങനെ ഒരു വേർപെടുത്താൻ പറ്റാത്ത ഒരു സ്നേഹത്തിൽ ഒരു ദൈവ പൈതൽ ജീവിക്കാൻ തുടങ്ങുമ്പോ പിശാചിന് അസൂയ വെറിപൂണ്ട്. വെളിപാട് 12:11 മുതലുള്ള വചനങ്ങൾ, അവൻ വെറിപൂണ്ട് ഈ ലോകത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവന്റെ പരിപാടി എന്താണെന്നറിയാമോ? എങ്ങനെയെങ്കിലും ഇവനെ ദൈവത്തിൽ നിന്ന് അകറ്റണം. അപ്പൊ പിശാച് വന്നിട്ട് ഇങ്ങനെ നോക്കും, ഈ വാതിൽ അടിക്കാൻ നോക്കും, ഒരു രക്ഷയില്ല, നല്ല സ്ട്രോങ്, നല്ല സഹോദര ബന്ധം, പൊളിക്കാൻ പറ്റണില്ല. അടുത്ത വാതിലെടുത്ത് അടിക്കും, അവന്റെ വിശുദ്ധ ജീവിതം ഒരു രക്ഷയില്ല, തൊടാൻ പറ്റുന്നില്ല. കർത്താവിനെ അല്ലാതെ വേറെ ഒന്നും നോക്കുന്നു പോലുമില്ല. മാസിക കൊടുക്കുന്നു, വനിതാ മാസിക കൊടുക്കുന്നു, മറ്റേ മാസിക കൊടുക്കുന്നു, ഇതൊക്കെ ഉണ്ടായിട്ട് അതിനകത്ത് അതെല്ലാം ഉണ്ട്, ഇവനൊന്നും നോക്കുന്നു പോലുമില്ല. എന്നാ പിന്നെ ആ വാതിലടിക്കാന്ന് വിചാരിച്ചു, അതും അടച്ചു കിടക്കും. ഒരാളെ കുറിച്ചും ഒരു വാക്ക് മോശമായത് പറയുന്നില്ല. പിന്നെ അടുത്ത വാതിലെടുത്ത, 4-ാമത്തെ വാതിൽ പരദൂഷണം പറഞ്ഞ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പരദൂഷണം പറഞ്ഞിട്ട് അയാൾ പറയാം, അതെ എനിക്കിതൊന്നും കേൾക്കണ്ട, നിങ്ങൾ പറഞ്ഞു. സഭയെ കുറിച്ചുള്ള പരദൂഷണം, കുടുംബത്തെ കുറിച്ചുള്ള പരദൂഷണം, അയൽവാസികളെ കുറിച്ചുള്ള പരദൂഷണം, ഇടറിപ്പോയവരെ കുറിച്ചുള്ള ഒരു അധരത്തിൽ നിന്ന് ഒരു വാക്കുപോലും തെറ്റായത് വരുന്നില്ല. പരദൂഷണം കേൾക്കാൻ നിന്നുപോലും കൊടുക്കുന്നില്ല. അത് പറഞ്ഞു കിടക്കും. ഇനിയിപ്പോ ഇവിടെ വന്നു, ഇനി ഒരു വാതിൽ കൂടെ, കൂദാശകള്. നോക്കിയപ്പോ എല്ലാ കൂദാശകളും കൃത്യമായി എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നു, പ്രാർത്ഥിക്കാൻ പോകുന്നു, കൃത്യമായ വിശുദ്ധി സൂക്ഷിക്കുന്നു, കുമ്പസാരി ചേറ്റു പറയുന്നു, പാപങ്ങളിൽ നിന്ന്. പിശാച് നോക്കിയിട്ട് ആ ദൈവ പൈതലിനെ അടിക്കാൻ ഒരു വഴിയില്ല. എല്ലാ വാതിലുകളും പൂട്ടി അവൻ അതുപോലെ ഹൃദയത്തിന്റെ വാതിൽ തുറന്ന് ദൈവമായി എപ്പോഴും ഒരു ബന്ധത്തിലാണ്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഒരു ദൈവ പൈതൽ ജീവിക്കുമ്പോ ഇനി ശ്രദ്ധിച്ചു, ഇനി പിശാചിന്റെ കെണി എന്താണെന്ന് ശ്രദ്ധിച്ചു. ഇതാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. ഒരു ആത്മീയ മനുഷ്യൻ, ഒരു ശുശ്രൂഷകൻ, കുടുംബജീവിതം നയിക്കുന്ന വ്യക്തി, ഞാൻ ആദ്യം പറഞ്ഞു, പിശാചിന് ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, എങ്ങനെയെങ്കിലും നിന്റെ ആത്മാവിനെ ദൈവാത്മാവിൽ നിന്നും വിച്ഛേദിക്കണം. പ്രാർത്ഥനാ ജീവിതത്തെ മുറിക്കണം, നിന്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് മുറിക്കണം. കുടുംബത്തിന്റെ അല്ല ഈ പറയുന്നത്, നിന്റെ വ്യക്തിപരമായ ജീവിതത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജീവിത പങ്കാളിയുടെ ബന്ധത്തെ മുറിക്കുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത്. നിന്റെ ആത്മീയ ബലത്തെ, നിന്റെ ആത്മീയ കരുത്തിനെ, നിന്റെ അഭിഷേകമുള്ള ജീവിതത്തെ തകർക്കണം. ഇത് പിശാചിന്റെ ലക്ഷ്യമാണ്. അവൻ 24 മണിക്കൂർ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ഈ ബോധമില്ലാതെ കുറച്ചു സമയം പിശാചിന്റെ വഞ്ചനകളുടെ മേൽ അധികാരം എടുത്തിട്ട് ബാക്കി സമയം ഉണർവില്ലാതെ ജീവിച്ചാൽ നമ്മൾ വീണു പോകും. ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്ന എന്താ നോക്കിക്കോ. ഇതാണ് ഇന്ന് അനേകരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അനേകരുടെ പ്രാർത്ഥന മുറിയുന്നു, അനേകരുടെ വിശ്വാസം പോകുന്നു, അനേകരുടെ തീഷ്ണത നഷ്ടപ്പെടുന്നു, അനേകര് നിരാശയിൽ അകപ്പെടുന്നു, അനേകര് കുറ്റബോധത്തിലേക്ക് പോകുന്നു, അനേകരുടെ പ്രത്യാശ അറ്റുപോകുന്നു, അനേകര് അമിതമായ ദുഃഖത്തിലും ഭയത്തിലും ജീവിതം നിരാശപ്പെട്ട് തള്ളി നീക്കാനുള്ള കാരണം ശ്രദ്ധിച്ചോ? പിശാച് നിന്റെ ജീവിതത്തോട് ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വിഷയത്തിന്റെ മേൽ കൈവയ്ക്കും. അവസ്ഥയുടെ മേൽ കൈവയ്ക്കുമ്പോ സ്വാഭാവികമായിട്ടും നിന്റെ മനസ്സ് പിടയാൻ തുടങ്ങും, നീ വിഷമിക്കാൻ തുടങ്ങുന്നു. പിശാചിനറിയാം അങ്ങനെയുള്ള വ്യക്തികളെ നിന്റെ ജീവിതത്തിൽ നിന്നെ തൊടാൻ പറ്റാത്ത പിശാച് ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കാരിസ്മയിൽ ഒരു ശുശ്രൂഷകൻ ധ്യാനത്തിന് വന്ന നാളുകളിൽ ശുശ്രൂഷ 10-15 വർഷം ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ഒരു സഹോദരൻ ശുശ്രൂഷയൊക്കെ അവസാനിപ്പിച്ചു. ആരോ കൂട്ടിക്കൊണ്ടു നല്ല തീഷ്ണതയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന സഹോദരൻ ശുശ്രൂഷ നിർത്തി. കാണുന്നറിയാം, പറഞ്ഞു, അച്ഛാ എനിക്കിനെ ശുശ്രൂഷ ചെയ്യാൻ പറ്റില്ല, ഞാൻ നിർത്തി. ഏതാനും മാസങ്ങളായിട്ട് ഒരു ശുശ്രൂഷയില്ല. കാരണം ഒരു മകനുണ്ട്, ഒരു മകളുണ്ട്. മകൻ ജീസസ് യൂത്തുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന യൂത്തിന്റെ ഇടയിലൊക്കെ ഇവർ ഒരുമിച്ച് ശുശ്രൂഷ ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പനും മകനോട് ശുശ്രൂഷ ചെയ്യാൻ പോയിട്ടുണ്ട്. ബാംഗ്ലൂര് 3 മാസത്തെ എന്തൊരു കോഴ്സിന് വേണ്ടി മകൻ പോയി. പെൺകുട്ടിയുമായി ബന്ധത്തിലായി, അക്രൈസ്തവ. കുറച്ചു കഴിഞ്ഞപ്പോ വീട്ടിൽ വന്നു, അപ്പനടുത്ത് പറഞ്ഞു, ഞാൻ കെട്ടുവാണെങ്കിൽ അവളെ കെട്ടു. അപ്പം പറഞ്ഞു, മോനെ ഞാനൊരു ശുശ്രൂഷകനാ, നീ ഇത് ചെയ്താൽ പിന്നെ എന്റെ ശുശ്രൂഷ ജീവിതം തകരും. തന്റെ മോൻ ഇങ്ങനെ പോയില്ലേ എന്ന് പലരും എന്റെ മുഖത്ത് നോക്കി ചോദിക്കും. ഞാൻ എന്തുത്തരം പറയും? എനിക്കിതൊന്നും കേൾക്കണ്ട. എന്നിട്ട് അവൻ ഈ പറഞ്ഞതുപോലെ അവന്റെ വാശിക്ക് അവൻ പോയി ബാംഗ്ലൂര് പള്ളി. അപ്പം പറഞ്ഞു, എന്റെ ദേവാലയത്തിൽ വച്ചല്ലാതെ കെട്ടില്ലെന്ന് പറഞ്ഞിട്ട് അതുപോലെ ധിക്കരിച്ചിട്ട് അവൻ രജിസ്റ്റർ ചെയ്ത് ഈ പെണ്ണുമായിട്ട് ബാംഗ്ലൂര് താമസിക്കാൻ തുടങ്ങി. അപ്പൻ തന്റെ ശുശ്രൂഷ ജീവിതം എന്നേക്കുമായി അവസാനിപ്പിച്ചു. അച്ഛാ ഞാൻ ഇനി എങ്ങനെ ശുശ്രൂഷ ചെയ്യുന്നേ? എന്റെ മകൻ ഇങ്ങനെ പോയില്ലേ? ഞാൻ പറഞ്ഞു, അപ്പാ അപ്പന്റെ ശുശ്രൂഷ അതുപോലെ ശക്തമേറിയ ശുശ്രൂഷയായതുകൊണ്ട്, അനേകം ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ശുശ്രൂഷയായതുകൊണ്ട്, അത് പിശാചിന് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട്, അപ്പനോളം അഭിഷേകമില്ലാത്ത
തന്റെ മകന്റെ മേൽ സാത്താൻ അവന്റെ ലക്ഷ്യം പൂർത്തിയാക്കി. അതിലൂടെ അപ്പന്റെ ശുശ്രൂഷ ജീവിതത്തെ, ദൈവമായിട്ടുള്ള ബന്ധത്തെ തകർക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമായിരുന്നു പിശാചിന്റെ ലക്ഷ്യം. അത് പൂർത്തിയായി.